കേരളത്തിനേറ്റ ഷോക്ക് എന്നാണ് ചോദ്യം. സുജയ, കേരളത്തിന് ഏറ്റ ഷോക്ക് തന്നെയാണ്. പിന്നെ കേരളം അത്രയ്ക്ക് അങ്ങോട്ട് ഞെട്ടിയിട്ടുണ്ടാവില്ല. 5 വർഷം മുൻപുള്ള 10 വയസ്സുകാരി കുഞ്ഞിന്റെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട്. സ്കൂളിൽ തന്നെയായിരുന്നു ആ കുഞ്ഞിന്റെ ഷഹലാഷറിന്റെ മരണവും, വയനാട്ടിലെ 10 വയസ്സുകാരി. ഇവിടെ ഷോക്കേറ്റതിന് ആർക്കാണ് പഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ 2 വകുപ്പുകൾ ഒരേപോലെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ പോകണം. 2 വകുപ്പുകൾ, ഒന്ന് വൈദ്യുതി വകുപ്പാണ്, ഒന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്. 2 കൂട്ടരും കൃത്യമായി സമയാസമയങ്ങളിൽ ഇടപെട്ടോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നതാണ് പ്രധാന അധ്യാപിക എന്ന് സൗണ്ട് ബൈറ്റായി പറയുന്നതായി ഞാൻ കേട്ടത്. ഇന്ന് രാവിലത്തെ അവരുടെ പ്രതികരണമാണ്. എങ്ങനെയാണ് ഈ സ്കൂളുകൾക്കൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നതിനായിട്ടുള്ള പരിശോധന നടക്കുന്നത്? അത് CPIM-ന്റെ ഭരണസമിതി ഉള്ള ഇടമായതുകൊണ്ട് മുൻഭാഗം മാത്രമേ പരിശോധിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ന്യായമായും വരും. കാരണം ഈ സ്കൂളിന്റെ 1917 സ്ഥാപിതമായ സ്കൂളാണ്, 108 വർഷമായി. അപ്പോൾ കാലാകാലങ്ങളിൽ എങ്ങനെയാണ് ഇവിടെ ഫിറ്റ്നസ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്? ഈ കുട്ടി അപകടത്തിൽ പെട്ട ഈ മേൽക്കൂരയുള്ള ഷെഡ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള കെട്ടിടം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇളകിക്കിടക്കുന്ന ഓടുകൾ, അതുപോലെ തന്നെ ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം മുൻപുള്ള ക്ലാസ് മുറികളായി 25 വർഷം മുമ്പുള്ള സിനിമകളിലൊക്കെ നമ്മൾ ആ സിനിമകൾ ഇപ്പോൾ എടുത്താൽ നമുക്ക് അതുപോലെയുള്ള ക്ലാസ് മുറികൾ കാണാം. ഞാൻ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് 2004-ലാണ്, +2 വിദ്യാഭ്യാസം. അപ്പോൾ ആ സമയത്തൊന്നും പോലും ഇങ്ങനത്തെ സ്കൂളുകൾ നിലനിൽക്കുന്നില്ല. അപ്പോഴേക്കും തന്നെ സ്മാർട്ട് ക്ലാസ് റൂംസായി മാറി തുടങ്ങിയായിരുന്നു എയ്ഡഡ് സ്കൂളുകൾ ഒട്ടുമിക്കവാറും തന്നെ. പക്ഷേ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. വർഷം 2025 ഒരു 90-2000 കാലഘട്ടത്തിലൊക്കെ അവസാനിപ്പിച്ചതാണ് ഈ തടി കൊണ്ടുള്ള മറകൾ ഇട്ടുകൊണ്ടുള്ള ക്ലാസ് മുറികൾ വിഭജിക്കുന്ന രീതിയൊക്കെ. അത് മാത്രമല്ല, ഓടിട്ട ക്ലാസ് മുറികൾ, ഓടിട്ട വീടുകൾ തന്നെ ഇന്ന് കേരളത്തിൽ അധികം കാണാനില്ലാത്ത സമയത്താണ് കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഇപ്പോഴും ഓടിട്ട ക്ലാസ് മുറികളോടുകൂടി മുൻഭാഗം നല്ല രീതിയിൽ മിനുക്കിയിട്ടുണ്ട്, പുതിയ കെട്ടിടങ്ങളായിട്ടുണ്ട്. കോട്ടയം അപകടവുമായി ഇതിനൊരു സാമ്യമുണ്ട്. കാരണം ഈ കെട്ടിടവും അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ കെട്ടിടവും തകർന്നു വീഴാവുന്ന അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടക്കാത്ത ഒരു കെട്ടിടമാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ GI ഷീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്തിന് മുകളിലോട്ടുള്ള ഭിത്തിയടക്കം നമ്മളൊന്ന് പരിശോധിക്കണം. ജനലുകൾക്കൊന്നും അവിടെ വാതിലില്ല. ഈ കുട്ടി ഈ ഷീറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ജനലുകൾക്ക് വാതിലല്ല, 3 പലക കഷ്ണങ്ങൾ ഇങ്ങനെ നേരെ ക്രോസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഏത് കാലഘട്ടത്തിൽ, സിനിമകളാണല്ലോ നമ്മുടെ ഓരോ കാലഘട്ടത്തിലെയും കേരളീയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. 90കളിലെ സിനിമകൾക്ക് ശേഷം അങ്ങനെയുള്ള വാതിലുകളുള്ള അല്ലെങ്കിൽ ജനലുകളുള്ള ഭാഗങ്ങൾ നമ്മൾ പിന്നീട് സിനിമകളിൽ പോലും കാണുന്നില്ല. അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ. അത് ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ആർട്ട് ഡയറക്ടർ അല്ല, നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിൽ, എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തന്നെയാണല്ലോ അത് വരുന്നത്. ആ ഒരു വിദ്യാലയത്തിലെ കാഴ്ചയാണത്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സമാന്തര യാഥാർത്ഥ്യം എന്നത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അല്ലാതെ നമ്മൾ ഈ കുട്ടിയുടെ മരണം അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച ആ ഒരു മരണത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള പ്രശ്നം തന്നെയാണ്. ഇവിടെ നേരത്തെ ഈ അസ്വാഭാവിക മരണത്തിനൊക്കെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപകടത്തിൽ മാനേജ്മെന്റിനും അതുപോലെ KSEBിക്കും ഒരേപോലെ വീഴ്ചയുണ്ടെന്നൊക്കെ മന്ത്രി K കൃഷ്ണൻകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കാതെ എങ്ങനെ പോകാൻ കഴിയും? ഈ വൈദ്യുതി ലൈൻ കിടക്കുന്നത് കണ്ടാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ ഷെഡ് പണിതിട്ട് ഇപ്പോൾ 8-9 വർഷമെങ്കിലുമായി. പലരും പല സമയമാണ് പറയുന്നത്. നമുക്കതൊരു റഫ്ലി 7 to 9 years അതിനിടയിലാണ് ആ ഷെഡ് നിർമ്മിച്ചതെന്ന് കൂട്ടാം. പലരും സൗണ്ട് ബൈറ്റുകളിൽ പല വർഷങ്ങളാണ് പറയുന്നത്. ഇത്രയും വർഷമായ ഈ ഷെഡ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നിർമ്മിച്ച് അവിടെ താമസിക്കാനായിട്ടായിരുന്നു ഈ ഷെഡ് നിർമ്മിച്ചതെങ്കിൽ എപ്പോഴേ ഇത് പൊളിച്ചേനെ? പഞ്ചായത്ത് പൊളിക്കില്ലേ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് പൊളിക്കാൻ പറയില്ലേ? ഈ ഷെഡ് അവിടെ എങ്ങനെയാണ് ഒരു അനുമതിയുമില്ലാതെ, ഈ ഷെഡിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ ഇപ്പോൾ പറയുകയാണ്. ആരാണ് ആ ഷെഡ് പണിതതിന് ശേഷം അത് അവിടെ തുടരാനുള്ള അനുമതി കൊടുത്തത്? അതിന് പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ലേ? വേറെ ഒരു വ്യക്തിയാണത് പണിതിരുന്നെങ്കിൽ ഇങ്ങനെ നിലനിർത്തുമോ? മറ്റൊരു സ്കൂളിലായിരുന്നെങ്കിൽ നിലനിർത്തുമോ? അപ്പോൾ അവിടെ ഭരണസമിതിയെ പേടിയാണോ? എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഈ വൈദ്യുതി ലൈനും, ഈ ഷെഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം, ഈ വൈദ്യുതി ലൈനും ഷെഡും തമ്മിലുള്ള അകലം, ഈ കുട്ടി നിൽക്കുമ്പോൾ കുട്ടിയുടെ അരഭാഗത്ത് ഇത് കിടക്കുകയാണ്, ഈ ലൈൻ കിടക്കുകയാണ്. ആ അകലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 0.88 മീറ്റേഴ്സ് മാത്രമാണ്. 1 മീറ്റർ പോലുമില്ല. 1 മീറ്റർ പോലും അകലമില്ലാതെ ഈ GI ഷീറ്റും അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനും തമ്മിൽ നിൽക്കുകയാണ്. GI ഷീറ്റിൽ ഈ വൈദ്യുതി ലൈൻ വന്ന് പതിച്ചു കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഉള്ള ലൈനാണ് ആ പാസ് ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ നോക്കണം. 3 ഫേസ് ലൈനാണ്. അത് വന്ന് നേരെ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയാണ് കുട്ടികൾ കളിക്കുന്ന മൈതാനം. ആ മൈതാനത്തിലുള്ള കുട്ടികൾക്ക് ആ ഷെഡിനിടയിൽ ഇപ്പോൾ മഴയത്ത് കയറി നിൽക്കുമ്പോഴാണ് ഇത് താഴേക്ക് വന്ന്, ഒരു മഴക്കെടുതിയിൽ ഇത് താഴേക്ക് വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വലിയൊരു അപകടത്തിനുള്ള സാധ്യതയായി അതവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കിടക്കുന്നത് ദിവസവും കണ്ടുകൊണ്ടാണല്ലോ ഈ അധ്യാപകരും അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് അവിടെ യോഗം ചേരാനോ എന്തെങ്കിലും സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, PTA വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണുകയാണല്ലോ. കണ്ടിട്ടും ഇതിലൊന്നും അനങ്ങാതിരുന്ന അവരെല്ലാവരും കൂടി ചേർന്നാണ് മിഥുനെ കൊന്നത്. അല്ലാതെ ഇതിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദി ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ആ സിസ്റ്റം, എൻ്റയർ സിസ്റ്റം ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നതാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. ഇവിടെ ഈ തേവലക്കര ബോയ്സിലേക്ക് മിഥുൻ വരുന്നത് ഈ അധ്യയന വർഷമാണ്. അതിനു മുൻപ് അവൻ പഠിച്ചിരുന്നത് പട്ടുകടവ് സ്കൂളിലാണ്. പട്ടുകടവ് സ്കൂളിൽ 7th വരെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 8th സ്റ്റാൻഡേർഡിൽ ഈ
സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജൂലൈ 17 ജൂൺ ഫസ്റ്റ് വീക്കിലായിരിക്കുമല്ലോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ. ഒരു 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ സ്കൂളിലേക്ക് ആ കുട്ടി പഠിക്കാൻ വന്നിട്ട്. അതിനിടയിൽ അവനുണ്ടായ പുതിയ സൗഹൃദങ്ങൾ, അതിനിടയിൽ അവിടെ ഉണ്ടായ കൂട്ടുകാർ, ആ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. അച്ഛൻ ഈ കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കുന്ന പണം, അതുപോലെ അമ്മ ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ വിദേശത്തേക്ക് പോയിട്ട്, അതും ഹോം നേഴ്സായിട്ടാണ് പോയിരിക്കുന്നത്. അത് ഈ 2 മക്കളെ, മിഥുനൊരു അനിയൻ കൂടിയുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയൻ. അപ്പോൾ ഈ 2 മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ഭാവി നല്ലതാക്കാൻ വേണ്ടി ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടിന്റെ ഭിത്തിയിൽ ഈ 4 പേരുടെയും പേരെഴുതി വെച്ച് ചുറ്റും നിറയെ ഹൃദയം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഇഴയെടുപ്പത്തോടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം. നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചല്ലോ, വലിയ 2 കാറ്റഗറിയാക്കി ആ വിദ്യാർത്ഥികളെ തരംതിരിച്ച് കൊണ്ട് സംസാരിച്ചല്ലോ. പക്ഷേ ഈ കുഞ്ഞ് ഏത് കാറ്റഗറി എന്നുള്ളതല്ല, ഈ കുഞ്ഞിന് ഉയരങ്ങളിലേക്ക് പോകാൻ, നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എല്ലാവരെയും, ആ കുടുംബത്തെ ആകെ കൊണ്ടുപോകാനായി കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മൂമ്മ അവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതൊക്കെ ഈ സിസ്റ്റത്തിന് നേരെ വന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ എവിടെ പതിക്കുന്നു? അത് കണ്ടതിന് ശേഷം ആ കണ്ണീരിൻ്റെ താളത്തേക്കാൾ വേഗത്തിൽ സൂംബ നൃത്ത ചുവട് വയ്ക്കുന്ന ഒരു മന്ത്രിയാണ്, കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ളൊരു മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അവരുടെ വനിതാ സംഗമത്തിലെ ഈ സൂംബ നൃത്തം എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ അവരുടെ പ്രതികരണം, അതൊക്കെ എന്താണ് നൽകുന്ന സൂചന? ഇത്രത്തോളം, അതായത് പാവപ്പെട്ടവരുടെ വീട്ടിലെ കുഞ്ഞാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കുഞ്ഞല്ല മരിച്ചത് എന്നുണ്ടെങ്കിൽ എന്തും പറയാമെന്നതാണോ? ഇവിടെ KSEB ജീവനക്കാരൊക്കെ കൃത്യമായിട്ട് ഈ ഷെഡിന്റെ അപകട സാധ്യത, ഈ ലൈനിന്റെ അപകട സാധ്യത അതൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ചിഞ്ചുറാണിയുടെ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് മന്ത്രിയുടെ വാക്കിൽ പറയുന്ന ഒരു കാര്യം, അധ്യാപകരെ നമുക്ക് പറയാൻ പറ്റില്ല. അധ്യാപകരെ പറയാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ കൊച്ചിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയാണോ? അവർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? അവരുടെ സ്വന്തം ജില്ലയല്ലേ? ആ തേവലക്കര സ്കൂളിലേക്ക് അവർക്ക് പോകാമായിരുന്നല്ലോ. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിക്കും പരിപാടികൾ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലായിരുന്നു പരിപാടികൾ. അവിടെ ആ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ്. പക്ഷേ ജില്ലയിലെ മന്ത്രിക്ക് CPIയുടെ വനിതാ സംഗമത്തിലെ സൂംബ നൃത്തമാണ്. അവിടെ മരിച്ചു കിടക്കുന്ന, ഷോക്കേറ്റ് പിടഞ്ഞു വീണ 13കാരൻ്റെ ജീവനേക്കാൾ വലുത് ആ മന്ത്രിക്ക് കൊച്ചിയിലെ വനിതാ സംഗമവും അതിലെ സൂംബ നൃത്തവും ഒക്കെയാണ്. എന്നിട്ടൊരു വഷളൻ പ്രസംഗവും. അവരുടെ ആ പ്രസംഗത്തെ വഷളത്തരം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കണം മന്ത്രിസഭയിൽ. അവരൊരു സ്ത്രീ കൂടിയാണ്, എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ പിണറായി വിജയൻ ആ മന്ത്രിസഭയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. CPIയുടെ ബിനോയ് വിശ്വം വലിയ ആദർശധീരനും വലിയ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം വിമർശിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് എന്താ മിണ്ടാത്തത്? മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും വന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ചിഞ്ചു, എന്തെങ്കിലും പറയാമല്ലോ. അതും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെയാണ് ഇവർക്ക് കാണിക്കുന്ന ആദർശം എന്നൊക്കെ പറയുന്നത്? വെറും പൊള്ളത്തരമാണ്. ഇവിടെ ഈ ഷെഡ് കിട്ടുമ്പോൾ അനുമതി ചോദിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ സംസ്ഥാനത്താകെ ഇപ്പോൾ ലൈൻ പട്രോളിംഗ് നടത്താൻ പോകുന്നു എന്നതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഷഹലയുടെ കേസിൽ കണ്ട അതേ കാര്യം, ബിന്ദുവിന്റെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ കണ്ട അതേ കാര്യം. പക്ഷേ ഈ പരിശോധനകളൊക്കെ എത്ര ദിവസം, മാഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, എത്ര ദിവസം ഇത് തുടരും? കൂടി പോയാൽ ഒരാഴ്ച, അതിനപ്പുറം ഇത് പോകില്ല. പിന്നെ അടുത്ത വിഷയമാകും, മാധ്യമങ്ങളും വിടും. പക്ഷേ നഷ്ടപ്പെട്ടത് ആ 13 വയസ്സുകാരൻ്റെ കുടുംബത്തിനാണ്. അതവിടെ നിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ഇവരുടെ ഒരു ജീവിത പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ അപേക്ഷിച്ചു, പക്ഷേ വീട് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു. KSEB 5 ലക്ഷം രൂപ നൽകുമെന്ന് പറയുന്നു. പക്ഷേ ആ കുഞ്ഞിനുണ്ടായിരുന്ന ഭാവി ഇല്ലാതാക്കിയതിന്, ആ കുടുംബത്തിൽ ഒരു ഇരുട്ടാണിന്ന് സമ്മാനിച്ചത് ആ കുഞ്ഞിന്റെ മരണത്തിലൂടെ. അപ്പോൾ അതിനുള്ള ഉത്തരം ആര് പറയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ ഹെഡ് മിസ്ട്രസിനും അധ്യാപകർക്കൊക്കെ എന്താ ജോലി? അതുപോലെ PTA-ക്ക് എന്താ ജോലി? അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഓഡിറ്റ് നടത്താത്ത ആളുകൾക്ക് അവിടെ എന്താണ് ജോലി എന്ന് നമ്മളും തിരിച്ചു ചോദിക്കും. ഈ സിസ്റ്റത്തോടും തിരിച്ചാ ചോദ്യം ചോദിക്കണമെന്നേ ആ കുഞ്ഞിന് വേണ്ടി. കാരണം തേവലക്കര സ്കൂളിൽ ഈ മൈതാനത്തിന്, കളിമൈതാനത്തിന് മുകളിലൂടെ വൈദ്യുത ലൈൻ വലിക്കരുത് എന്നുള്ളത് ഇപ്പോൾ ഈ മെയ് 13 ഇറങ്ങിയ സർക്കുലർ മാത്രമൊന്നുമല്ല, കാലാകാലങ്ങളായി നിലവിൽ നിൽക്കുന്ന ഓർഡറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? 108 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൽ ഷാനവാസ് ഇപ്പോൾ ഓർഡർ ഇറക്കിയിട്ട് വേണം ഇതൊക്കെ അറിയാൻ. ഇത്രയും കാലം ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇതൊന്നും അറിയില്ലേ? ഇപ്പോൾ CPIഎമ്മിന്റെ കുന്നത്തൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുളസീധരൻ പിള്ള എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് മാനേജറാണ് ഈ തുളസീധരൻ പിള്ള? അയാൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ലേ? ഇതൊന്നും നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. കേസൊക്കെ നടത്തി പിടിച്ചെടുത്തതാണല്ലോ ഭരണം. അങ്ങനെയാണെങ്കിൽ നോക്കാൻ കഴിയുന്നവരെ, കൃത്യമായി സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നവരെ ഏൽപ്പിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ തേവലക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആന്റണിയാണ് PTA പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. പക്ഷേ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നിട്ടാണ് ഈ പഴിചാരുന്നത് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഓരോരോ കേസായിട്ട് എടുത്ത് കേസ് സ്റ്റഡി നടത്താനല്ല, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി ഉണ്ടാകണം എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. Meet the editors.